നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ്? പല ആളുകളുടെയും ഒരു ചോദ്യചിഹ്നമാണ് എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ളത്. സ്പോക്കൺ ഇംഗ്ലീഷിനെ നമുക്ക് വളരെ ചുരുക്കിക്കൊണ്ട് മനസ്സിലാക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ, നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്താണോ അതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. അത് വളരെ ഈസിയാണ്, സിമ്പിളാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. അതുപോലെ നമുക്ക് ഒരുപാട് ഗ്രാമറിൻ്റെ മുകളിൽ അവലംബിക്കേണ്ട ആവശ്യമോ അത് വളരെ കൃത്യമായി നോക്കേണ്ട ആവശ്യമോ ഇല്ല എന്നുള്ളതാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത. കാരണം സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ളത് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫ്ലുവൻസി ലഭ്യമാകും. എന്നതുകൊണ്ട് ഗ്രാമർ വേണ്ട എന്നല്ല. ഗ്രാമർ ഇല്ലാതെ ഒരു ഭാഷയുമില്ല. ഗ്രാമർ ഒരു ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന വ്യക്തിക്ക് അവരുടെ ലക്ഷ്യം സ്പീക്ക് പെർഫെക്റ്റ് ഇംഗ്ലീഷ്, അതായത് നല്ല ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ട്രൈ ചെയ്യരുത്. മറിച്ച് നമുക്ക് സിമ്പിൾ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനാണ് ആദ്യത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ നിങ്ങളുടെ അടുത്ത് വന്നു പോകും. അതൊക്കെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ഉപയോഗിച്ച് പെർഫെക്റ്റായി മാറും. അതുകൊണ്ട് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു നൂലാമാലയല്ല. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് ബേസിക്കൽ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. കാരണം ഗ്രാമർ അറിയാതെ നമുക്കൊരിക്കലും സ്പോക്കൺ ഇംഗ്ലീഷ് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയണം എന്നില്ല. എന്നതുകൊണ്ട് ഗ്രാമർ തീരെ വേണ്ട, അല്ലെങ്കിൽ ഗ്രാമർ അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊന്നും കരുതരുത്. ഗ്രാമർ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുകയും നേരത്തെ ഗ്രാമർ പഠിച്ചവർക്ക് അവരുടെ ഗ്രാമർ ഒന്നുകൂടെ പരിപോഷിപ്പിക്കാൻ സാധ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ഇംഗ്ലീഷാണ്, അതായത് സംസാരിക്കുന്ന ഇംഗ്ലീഷ്. നമ്മൾ മലയാള ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. നമ്മൾ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ എഴുതുന്നത് പോലെ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഫോളോ ചെയ്യാറില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പറ്റേ ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമില്ല എന്ന് കരുതി അതിനെ നെവർ മൈൻഡ് ആക്കരുത്. കാരണം ഇംഗ്ലീഷ് ഭാഷയിലും മറ്റേത് ഭാഷയിലും എന്നതുപോലെ ഗ്രാമർ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് തുടക്കക്കാർക്ക്, അതായത് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു തുടങ്ങുന്ന ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സിമ്പിൾ ഇംഗ്ലീഷാണ്. അതായത് സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ പെർഫെക്റ്റ് ആക്കാൻ നോക്കി ആകെ കുളമാക്കരുത്. അപ്പോൾ നമുക്ക് മെല്ലെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഏറ്റവും ബേസിക്കിൽ നിന്ന് തുടങ്ങാം. ബേസിക് ഗ്രീറ്റിംഗ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബിഗിന്നേഴ്സ്. അതായത് ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ ആരോടുമായി സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുന്ന രൂപം, അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വാക്കുകളും അതെങ്ങനെ ഉപയോഗിക്കാം, എപ്പോൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഹലോ, ഹായ്, ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോൺ വിളിക്കുമ്പോഴാണ് സാധാരണ നമ്മൾ ഹലോ ഹായ് ഒക്കെ പറയുന്നത്. സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഹായ് തന്നെയാണ് തുടങ്ങുക. എനി ടൈം എന്നാണ് അതിൻ്റെ ഉപയോഗം. എനി ടൈം, ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഗുഡ് മോർണിംഗ് ആണെങ്കിലോ, ഒരു 12 മണിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ, അതായത് രാവിലെ പകൽ സമയത്ത് 12 PM മുമ്പായിട്ടൊക്കെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ആണ് പറയാം. ഇനി 12 PM to 4 PM ആണെങ്കിലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയണം. ഇനി ഗുഡ് ഈവനിങ് ആണെങ്കിൽ 4 മണിക്ക് ശേഷം, വൈകുന്നേരം 4 മണിക്ക് ശേഷം ഗുഡ് ഈവനിങ് ആണ് പറയാം. ഇനി ഒരാളോട് അയാളെക്കുറിച്ച് ചോദിക്കുകയാണ്, ഹൗ ആർ യു, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ ഹൗ ആർ യു എന്ന് പറയും. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ഐ എം ഫൈൻ താങ്ക് യു എന്ന് പറയും. ഐ എം ഫൈൻ, ഞാൻ ഓക്കെ ആണ്. എന്താ വിശേഷം? സുഖമാണ്. താങ്ക് യു എന്തിനാണ് അവിടെ പറയുന്നത്? നമ്മൾ മലയാളത്തിൽ നന്ദി എന്ന് പറയുമോ? ഇല്ല. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്, ഏതൊരു ഭാഷ നമ്മൾ സംസാരിക്കുമ്പോഴും മലയാളികൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മലയാളവൽക്കരിക്കുക എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷിനനുസരിച്ച് മലയാളം പറയുന്നത് പോലെയല്ല മലയാളത്തിനനുസരിച്ച് ഇംഗ്ലീഷ് പറയുക എന്നുള്ളത്. അത് കുറച്ച് ടഫാണ്. അതായത് ഇംഗ്ലീഷിനനുസരിച്ച് നമ്മൾ ഇംഗ്ലീഷ് പറയണം.
ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചിന്തിക്കുക. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മലയാളത്തിൽ എങ്ങനെയാണോ മറുപടി കൊടുക്കുന്നത് എന്നതിലല്ല കാര്യം, മറിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെയാണോ മറുപടി കൊടുക്കേണ്ടത് എന്ന് പഠിച്ച് അതിൽ മറുപടി കൊടുക്കണം. അല്ലാതെ മലയാളവൽക്കരിക്കരുത്. മലയാളവൽകൃതമായ ഇംഗ്ലീഷ് സംസാരം നമ്മൾ സംസാരിക്കരുത്. ഓക്കെ, കുറച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. മലയാളത്തിനനുസരിച്ച് ഇംഗ്ലീഷ് ഒപ്പിക്കരുത് എന്നർത്ഥം. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ സംസാരിക്കുക, അല്ലെങ്കിൽ പാളിപ്പോവും. അപ്പോൾ ഇവിടെ ഈ താങ്ക് യു എന്ന് കണ്ടില്ലേ, ഈ താങ്ക് യു നന്ദി പറയുകയാണ്. അതിപ്പോൾ നന്ദി മലയാളത്തിൽ പറയാറില്ല, പക്ഷേ ഇംഗ്ലീഷിൽ പറയും. അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപം. അതിപ്പോൾ അറബിയിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അറബിയിലും അങ്ങനെ ഉണ്ട്. അറബിയിലിപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ഡിയർ സാർ എന്ന് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അറബിയിൽ അൽ മുഹ്തറം എന്ന് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കത്തൊക്കെ എഴുതുകയാണെങ്കിൽ അവിടെ ചിലപ്പം ഔപചാരികമായൊരു ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം ആയിരിക്കില്ല അറബിയിൽ കൊടുക്കുക. അത് ഓരോ ഭാഷക്കും അങ്ങനെ മാറ്റങ്ങളുണ്ട്. ഞാൻ അറിയുന്ന ഭാഷ ആയതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ആ ഭാഷക്കനുസരിച്ച് സംസാരിക്കണം, അല്ലാതെ മലയാളത്തിനെ ഒപ്പിച്ചിട്ട് ഇംഗ്ലീഷ് പറയരുത് എന്നർത്ഥം. ഇനി ഒരാളെ കണ്ട് നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ പറയുന്നതാണ് നൈസ് ടു മീറ്റ് യു. അപ്പോൾ ആ സംസാരം അവിടെ അവസാനിക്കുമ്പോൾ സി യു സൂൺ. സി യു സൂൺ ആ എൻഡിങ് കോൺവേഴ്സേഷനാണ്. ആ സംസാരം അവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇന്ന് ഇത്ര മതി, ഇത്ര മാത്രം പഠിക്കുക. ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങുകയാണ്, ഏറ്റവും ബേസിക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഗ്രീറ്റിങ്സിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ബിഗിന്നർ ലെവലാണ് നമ്മൾ നോക്കുന്നത്. ഒരാളെ സ്വയം പരിചയപ്പെടുത്താണ്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് പരിചയപ്പെടുത്തുക? ആദ്യം പറയേണ്ടത് മൈ നെയിം ഈസ്, എൻ്റെ പേര് മൈ നെയിം ഈസ് ഉനൈസ്, ഐ ആം ഫ്രം മലപ്പുറം. പിന്നീട് പറയേണ്ടത് എൻ്റെ വയസ്സാണ്, ഐ ആം 31 years old, എനിക്ക് 31 വയസ്സാണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഐ ആം വർക്കിംഗ്, ഐ റൺ എ ബിസിനസ് എന്നൊക്കെ പറയാം. പിന്നെ മൈ ഹോബി ഈസ്, എൻ്റെ ഹോബി ഇതാണ്, മൈ ഹോബി ഈസ് ടീച്ചിങ്. ഇതാണൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ബിഗിന്നർ ലെവലാണ് കേട്ടോ. ഇത് നമ്മൾ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ആകെ നോക്കിയത് ഗ്രീറ്റിങ്സും സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ബിഗിന്നർ ലെവലുമാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് പഠിക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം. താങ്ക് യു.